ಭಾಷಣ, ಅದರ ನಂತರ ಜೈನು ಉಸ್ತಾದರ ಮುಖ್ಯ ಭಾಷಣ, ಕೊನೆಯದಾಗಿ ಶೈಖುನ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರ ದುವಾ ಎಲ್ಲ ಮುಗಿದ ಮೇಲೆ ಹೋಗಬೇಕು. ಅಶ್ರಫ್ ಸಕಾಫಿ ಕಿನ್ಯಾ ಉಸ್ತಾದ್. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ശൈഖുന കൂറത്ത് തങ്ങൾ, ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർകൾ, വേദിയിലുള്ള മറ്റു ആലിമീങ്ങൾ, നേതാക്കൾ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാർ, സഹോദരിമാർ, സുദീർഘമായ ഒരു ആശയപ്രഭാഷണത്തിന് ഈ സമയമില്ലെന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് ആലിമീങ്ങൾ പ്രസംഗിക്കാനിരിക്കെ ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദർലക്കട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ ആശയ സംഘർഷം, അതേപോലെ തന്നെ ഖണ്ഡന പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നിരുന്നു. അത് എവിടെയാണ് അവസാനിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം പ്രസംഗിച്ചുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകളോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ മുമ്പിൽ വെച്ചിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം അവരുടെ മദ്രസയുടെ പാഠപുസ്തകങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തിരിമറി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ആ സമയത്ത് അവസാനമായി ഇവിടെ പരിപാടിയിൽ പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾ ചോദിച്ച ഒറ്റൊരു ചോദ്യത്തിനും അവരുടെ പുസ്തകത്തിന്റെ ഞങ്ങൾ ഉന്നയിച്ച ഭാഗങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടാണ് ഈ നാട്ടിൽ സലഫികളായ ആ പ്രവർത്തകർ അവരുടെ പരിപാടി അവസാനിപ്പിച്ചത്. ഇവിടുത്തെ നിയമപാലകർ ഈ സ്ഥലത്ത് പരിപാടി പരസ്യമായൊരു ആശയ വിശദീകരണം നടത്തുമ്പോൾ പ്രശ്നമുണ്ടാകുന്നു, നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാന്യമായി അവരുടെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അല്പം മാറി നിന്നതാണ്. പക്ഷേ ഞങ്ങളുടെ മാന്യതയ്ക്ക് വിലകൽപ്പിക്കാതെ വീണ്ടും ഈ സ്ഥലത്ത് സലഫികൾ ആശയ വിശദീകരണം തുടങ്ങി, പ്രസംഗം തുടങ്ങി, സുന്നികൾക്ക് നേരെ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കേട്ടപ്പോൾ തീർച്ചയായും ഞങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുന്നു. നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മഹാനായ സുൽത്താനുലമ ഖമറുലമായി കാന്തപുർ ഉസ്താദിന്റെ മക്കള്, സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഞങ്ങൾ സന്നദ്ധരാണ്, തയ്യാറാണ് എന്ന് ഈ മഹത്തായ സമ്മേളനത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാ വിഷയങ്ങളിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ അവർ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു മഹാനായ ഖമറുലമായി കാന്തപുരം ഉസ്താദിനെ തേജോവനം ചെയ്യുന്ന രൂപത്തിൽ 1-2 പ്രസംഗങ്ങൾ ഇവിടെ സലഫികൾ പുത്തൻ പ്രസ്ഥാനക്കാരൻ നടത്തി എന്നറിയാൻ സാധിച്ചു. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ ചീത്ത പറയണം, നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമികളെ ചീത്ത പറയണം. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ അഷ്റഫുൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനെന്ന് പറഞ്ഞ കൂട്ടരാണ്. നിങ്ങൾ മഹാനായ മുഹീദ്ദീൻ തൗഹീദ് എന്ന് വ്യതിചലിച്ച പോലെ പോയ ആളാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പരസ്യമായി എഴുതി വെച്ചവരാണ്. നിങ്ങളെ പവിത്ര സന്ദേശത്തോട് മഹാനായ ഗൗസുൽ അല്ലാഹ് മുഹീദ്ദീൻ ശൈഖ് അവറുകൾ ബിദ്അത്തിന്റെ ആശയമുള്ള ആളാണെന്ന് നിങ്ങൾ എഴുതി വെച്ചവരാണ്. അങ്ങനെ അതേ രൂപത്തിൽ കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട്, കാന്തപുരം ഉസ്താദിനെ തെറി വിളിച്ചുകൊണ്ട് മഹാനായ കാന്തപുരം ഉസ്താദും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുഹീദ്ദീൻ ശൈഖിന്റെ പാതയിലാണെന്ന് നിങ്ങൾ ഈ സ്ഥലത്ത് സമ്മതിച്ചതിന് നിങ്ങൾക്ക് ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ പറഞ്ഞു അത്രേ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ബഹ്റൈനിൽ പോയപ്പോൾ അവിടെ ഏതോ ഒരു പള്ളിയിൽ, പെണ്ണുങ്ങളുള്ള പള്ളിയിൽ ഉസ്താദ് നിസ്കരിക്കാൻ പോയി എന്ന പരാമർശവും നടത്തുകയുണ്ടായി. വളരെ പഴഞ്ചനായ ഒരു ആരോപണമാണ്. കേരളക്കരയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആ ആരോപണങ്ങൾ നടന്നപ്പോൾ ഔദ്യോഗികമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ അതിന് മറുപടി പറഞ്ഞു. ബഹ്റൈനിലെത്തിയപ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദ് ഏതെങ്കിലും സലഫികളുടെ പള്ളിയിലേക്ക് ഖുത്ബ ഓതാൻ കയറിയതല്ല. അവിടുത്തെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം, സ്വീകരണ പ്രകാരം ബഹുമാനപ്പെട്ട ഉസ്താദ് ഖുത്ബ ഓതാൻ ചെന്നപ്പോൾ അതേതോ ഒരു ടൗണിലുള്ള പള്ളി ആയതുകൊണ്ട് അതിന്റെ ഏതോ ഒരു ഭാഗത്ത് പെണ്ണുങ്ങൾ ഉള്ള ആ ഫോട്ടോ, വീഡിയോ എടുത്തുകൊണ്ട് ഉസ്താദിനെതിരെ നിങ്ങൾ കുപ്രചരണം നടത്തിയാൽ ഞങ്ങൾക്കതൊരു വിഷയമല്ല. ഷാഫി ഇമാമിന് നേരെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചവരുണ്ട്. ഇവിടെ അബൂ ഹനീഫ ഇമാമിനെതിരെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശത്രുക്കൾ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദിനെ നിങ്ങൾ നടത്തുന്ന
ആരോപണങ്ങള് ബുദ്ധിയുള്ള ഈ നാട്ടിലെ ജനങ്ങൾ ആ വഴിക്ക് വിടുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം പറയാൻ സമയമില്ല. ഇവിടെ പുത്തനാശയക്കാർ പ്രസംഗിക്കുന്നത്, അവരാശയ പ്രചരണം നടത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് ഖുർആനിലേക്ക് ക്ഷണിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിലേക്ക് ക്ഷണിക്കാനാണെന്ന്? അല്ലേ, അല്ല. നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം, അവരെ ആശയങ്ങൾ ഓരോന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ ആളുകളെ അടർത്തിയെടുക്കുക എന്ന ഏക ലക്ഷ്യത്തിലാണ് എന്നത് രേഖാമൂലം നമുക്ക് പ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ്. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഇവിടെ സലഫികൾ മുജാഹിദുകൾ രംഗപ്രവേശനം നടത്തുന്നത് ഖുതുബ അറബിയിൽ പാടില്ല എന്ന രൂപത്തിൽ വന്നു. അത് കേട്ടപ്പോൾ നാം പലരും മനസ്സിലാക്കി ഇവര് നല്ല ഉദ്ദേശത്തിലാണിത് പറയുന്നത് എന്ന്. അല്ലേ, അല്ല, ഒരിക്കലുമല്ല. അവര് ഖുതുബ മലയാളത്തിലാകണമെന്ന് പറഞ്ഞു പിന്നെ ഖുതുബ വേണ്ട എന്ന രൂപത്തിൽ പോകാനാണെന്ന് ഇതാ ഇപ്പോൾ സലഫികൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2006 ജനുവരിയിലെ അൽ ഇസ്ലാഹ് മാസികയിൽ പുതിയ ഒരു വാദവുമായി സലഫികൾ മുജാഹിദുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ദാറുൽകട്ടയിലെ സലഫികളെ, ആ പ്രസ്ഥാനത്തിൽ കുടുങ്ങിപ്പോയ ജനങ്ങളെ, ഇന്നും നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളെ അനുയായികളുടെ വേദികളിൽ കല്യാണം നടക്കുമ്പോൾ അറബി ഖുതുബ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ മലയാളത്തിലൊരു പ്രസംഗം നടത്താറില്ലേ? അത് സുന്നത്തെന്നല്ലേ നിങ്ങളെ വിശ്വാസം? അങ്ങനെയല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്? ഇപ്പോഴിതാ അതും കൂടി മാറ്റണമെന്നാണ് പുതിയ അൽ ഇസ്ലാഹിൽ നിങ്ങളെ നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നത്. അതെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു ഖുതുബ പ്രസംഗം നടത്തിയിട്ടില്ല. അതുകൊണ്ട് നിക്കാഹിന്റെ മുമ്പിൽ ഒരു പ്രസംഗം കൂടി ആവശ്യമില്ല എന്ന രൂപത്തിൽ വന്ന് ഇനി അവസാനം നിക്കാഹും കൂടി വേണ്ട എന്നൊരിടത്തേക്ക് വന്നാൽ സഹോദരങ്ങളെ, ഞങ്ങൾക്കതിൽ അത്ഭുതപ്പെടാനില്ല. നിങ്ങൾ ഓർക്കണം, ഞങ്ങളെ പലതും അവർ മാറ്റി മാറ്റി തിരുത്തി. എവിടം വരെ തിരുത്തറിയോ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായത്തിന് വിളിക്കാൻ പാടില്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണെന്ന് പ്രസംഗിക്കുന്ന അതേ സലഫികള് അവരെ പവിത്ര സന്ദേശത്തിൽ എഴുതി വെച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ കൂടി അതിന് ഫലമില്ല എന്നവര് പവിത്ര സന്ദേശത്തിൽ എഴുതി വെച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദാറുൽകട്ടയിലെ വേദിയില് ഞാൻ ആ പവിത്ര സന്ദേശം കയ്യിൽ പിടിച്ച് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും വെല്ലുവിളിയുടെ സ്വരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും സലഫികൾ ഉണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മൗലവിമാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു പവിത്ര സന്ദേശത്തിൽ ഇല്ലെന്നോ, ഇസ്ലാമിന്റെ വ്യക്തമായ ആദർശങ്ങൾ നിങ്ങൾ മൂഢനമ്പിക്കയാണെന്നും അത് പഴഞ്ചനാണെന്ന് പറഞ്ഞുവെന്ന് ഒരുപാട് ഉദാഹരണങ്ങളൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖതല വസഖതൻ ഫീ അവ്വലി അർബത്തിൻ ഫലഹു കദാ വകദാ. എല്ലാവർക്കും അറിയുന്ന ഒരാശയമാണ്. ഒരു പല്ലിനെ ഒരാൾ ഒറ്റ തല്ലിനൊരു പല്ല് കൊന്നാൽ അവന് പുണ്യം കിട്ടും. അടി കൂടുന്തോറും കൊന്നതിന്റെ കൂലി കുറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പഠിപ്പിച്ച സഹീഹായ ഹദീസ്. ആ ഹദീസിനെ കുറിച്ച് മംഗലാപുരത്ത് നിറങ്ങുന്ന ഏതെങ്കിലും നാട്ടിലുള്ള പത്രത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് മുമ്പിലുള്ള സെൽഫികൾ ഇറക്കുന്ന, നമ്മുടെ നേരെ മുമ്പിലുള്ള സെൽഫികൾ ഇറക്കുന്ന മംഗലാപുരത്ത് നടക്കുന്ന പവിത്ര സന്ദേശത്തിൽ അവരെഴുതി ആ ഹദീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഹദീസിലുള്ള ആശയത്തിനെ കുറിച്ച് അത് തനിച്ച മൂഢനമ്പിക്കയാണ്, അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായി അവിടെ കാണിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, അത് ഇല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? നിങ്ങൾ ആശയപ്രസംഗം നടത്തുന്നുണ്ടെങ്കിൽ കാന്തവരം ഉസ്താദിനെ തെറി പറഞ്ഞതുകൊണ്ടോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമികളെ തേജോവധം ചെയ്തതുകൊണ്ടോ ഇവിടത്തെ സുന്നികൾ ആശയക്കുഴപ്പത്തിലാകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ കൂട്ടരെ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇവിടത്തെ ജനങ്ങളും ഇവിടത്തെ മുസ്ലിമുകളും ഉത്ബുദ്ധരാണ്. കാന്തപുരം ഉസ്താദിന്റെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ എല്ലാ സേവനങ്ങളും അവരുടെ ആദർശനിഷ്ഠയും കണ്ടു മനസ്സിലാക്കിയവരാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ഹുസൈൻ സയ്യിദ് ഉസ്താദ് പറഞ്ഞതുപോലെ മഹാനായ കാന്തപുരം ഉസ്താദ് ഇവിടെ സംസാരിച്ചപ്പോൾ, ഏത് വേദിയിൽ സംസാരിക്കുമ്പോഴും അത് ബിദ്അത്തുകാരെയാണെങ്കിലും അവരെ ആശയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നല്ലാതെ വ്യക്തിപരമായ പരാമർശം ഉസ്താദിന്റെ പ്രസംഗങ്ങൾ കടന്നു വരാറില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ വിഷയങ്ങളും ഓരോന്നായി പ്രത്യേകമായി മറുപടി പറയാൻ സമയമില്ല. അവരെ പ്രസംഗം കേട്ട ഇവിടുത്തെ പ്രവർത്തകർ ചില കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പ്രസംഗിച്ചു എന്ന് പറയുന്നത് കേട്ടോ. ഓ സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മൗലവിമാരെ, പെണ്ണുങ്ങൾ പള്ളി പ്രവേശനത്തെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ സഭാവിൽ വന്ന, നിങ്ങളുടെ പുടവ മാസികയിൽ വന്ന കാര്യങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നു. 1940 മുമ്പ് പെണ്ണുങ്ങൾ കേരളക്കരയിൽ പള്ളിയിൽ പോയിട്ടില്ല എന്ന് നിങ്ങൾ പരസ്യമായി
സമ്മതിച്ചിരിക്കെ, ആ കാര്യം ഞങ്ങൾ ഇവിടെ പരാമർശിച്ചിരിക്കെ അതിനെക്കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇമാം ഷാഫിയെക്കാളും നിങ്ങൾ വലുതല്ല. ഇമാം ഷാഫിക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന വിശ്വാസികളാണ് ദേർലക്കട്ടയിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദൻ മിൻ നിസാഇഹി ബിഇത്യാനി ജുമുഅത്തി